അപ്പോൾ ഹലോ, ഞാൻ ഇപ്പോൾ ആരിസോണയിലാണ്. US ആരിസോണയിലെ മേസ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നഗരത്തിലാണ്. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ പ്രധാന കാരണം എൻ്റെ ചങ്ങാതി സ്കൂളിൽ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്, റാഫിയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു കാര്യം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു സെൽഫ് ഡ്രൈവിംഗ് കാറ്. അതായത് നമ്മൾ ഒരുപാട് യൂട്യൂബ് വീഡിയോസിലൊക്കെ പലരും കണ്ടിട്ടുണ്ടാവും, ഡ്രൈവർലെസ് കാറ്. ഡ്രൈവറില്ല, തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് ഓടിപ്പോകുന്നൊരു കാറാണ് അത്. ആ ഒരു കാറ് ബുക്ക് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കാറ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ കാറ് വരുമ്പോൾ അതിലുള്ള ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങളെ കാണിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ആപ്പിൽ 3 മിനിറ്റ് ഉണ്ട് കാറ് വരാനെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. കാറ് വരുമ്പോൾ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം. സെൽഫ് ഡ്രൈവിംഗ് കാറ് ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അടുത്ത് കാറെത്തി. അപ്പോൾ ഇനി നമുക്ക് കയറാമല്ലോ റാഫി? ഇതിലാണോ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്? ലോക്ക് ഓൺ ആക്കേണ്ട ഇതിലാണല്ലേ? ഓക്കെ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഡ്രൈവർ ഇല്ലാത്തൊരു വണ്ടിയിൽ കയറുകയാണ്. ഇനി എന്താ പരിപാടി? ഇത് നമ്മളെ ഇൻവൈറ്റ് ഓക്കെ. Heading to Tempe Beach Park. Please make sure your seat belt is fastened. For any questions, press the call support button to അങ്ങനെ speak നമ്മുടെ with കാറ് our support agent. നീങ്ങി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഇവിടെ ഒരു കമ്പ്യൂട്ടർ സ്ക്രീനുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് കാർ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നോക്ക്, ഡ്രൈവറില്ല, കാറ് നീങ്ങുകയാണ്. ഇതാ അവിടുത്തെ സ്ക്രീനിൽ കാണാം, നമ്മുടെ റൂട്ടൊക്കെ കാണാം. ആ, വെയിറ്റിംഗ് ഫോർ ഇൻ്റർസെക്ഷൻ ടു ക്ലിയർ. ട്രാഫിക്കൊക്കെ നോക്കിയിട്ട് കാർ തനിയെ തിരിഞ്ഞ് ലൈനൊക്കെ ചേഞ്ച്. നമുക്കിവിടെ ഗ്രീനാണ്, അതുകൊണ്ട് കാറ് അങ്ങനെ പാഞ്ഞു പോവുകയാണ്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ടാണ് ഞാൻ ലൈഫിൽ ഒരു ഡ്രൈവർ ഇല്ലാത്ത കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പാട്ടൊക്കെ സെലക്ട് ചെയ്യാം. വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിലുള്ളത്? ഈ സ്ക്രീനിൽ മ്യൂസിക് സെലക്ട് ചെയ്യാം, അങ്ങനത്തെ പുള്ള പറയുകയാണെങ്കിൽ ചെയ്യാം. ഇത് സപ്പോർട്ടാണ്, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വണ്ടി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ. ഇതിന്റെ കോൾ സെന്റർ ആണോ? കോൾ സെന്ററുമായിട്ട്. ഓക്കെ. ഇത് റെയിൽവേ സ്റ്റേഷൻ അല്ലേ? ഇത് നമ്മുടെ ലൈറ്റ് ട്രെയിൻ. നമ്മളവിടെ നിർത്തിയില്ല, അതിന്റെ വേറെ സ്റ്റേഷൻ. ഇവിടുത്തെ ലോക്കൽ ട്രെയിൻ ആണോ ഇത്? ലോക്കൽ ഫീനിക്സ്, ഇവിടെ ഈ ഏരിയ ലോക്കൽ. ഓക്കെ. ലൈറ്റ് ട്രെയിൻ എന്ന് പറയും, ലൈറ്റ് ട്രെയിൻ. മലയാളത്തിൽ പറഞ്ഞാലും അറിയില്ലേ? അല്ല, എനിക്കറിയത്തില്ല. ജസ്റ്റ് നമ്മളൊരു ആദ്യമായിട്ട് അങ്ങനെ ആയിരിക്കും. ആയിരിക്കും. ഇതിനകത്തുണ്ട്, ഇവര് പറയുന്നുണ്ടല്ലോ, ക്യാമറ ഉണ്ട്, നമ്മൾ യൂസ് ചെയ്യത്തില്ല. പിന്നെ ഈ വണ്ടിക്ക് ആൾക്കാർ ഒരു സ്പെഷ്യൽ ഇത് കൊടുക്കും, ഒരു കൺസിഡറേഷൻ. ഡ്രൈവർ ഇല്ലാന്ന് അറിയാലോ ആൾക്കാർക്ക്. Riding tips. This experience may feel futuristic, but the need to buckle up is the same as always. So keep your seatbelt fastened, please. See the seatbelt card for more information. We'll do all the driving, so please don't touch. ഇത്ര തിരക്കനിടെ കൂടെ നന്നായിട്ട് പോകുന്നില്ലേ അല്ലേ? അതാണ്. പാർക്കിങ്ങിലാണോ നിർത്തുന്നത് വണ്ടി? ഇത് പാർക്കിങ്ങില്ല, ഇപ്പൊ ഇവിടെ നിർത്തും. ഇവിടെ
almost there. Don't forget your phone, keys, or wallet. അങ്ങനെ നമ്മൾ ഡ്രൈവർലെസ് കാറിൽ സഞ്ചരിച്ചിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെയാണ് കാറിനെ നാവിഗേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ കാറിൻ്റെ മുന്നിലുണ്ട്. Please close the right side rear door. ഒരു അപകടവും ഉണ്ടാകാതെ കാറ് നമ്മളെ ഇവിടെ കൊണ്ട് ഇറക്കിയിട്ട് തിരിച്ചു പോവുകയാണ്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഡ്രൈവർലെസ് കാറിൽ കയറിയതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. വളരെ സുരക്ഷിതമായിട്ട് തന്നെ കാറ് നമ്മൾ ഒരിടത്ത് കൊണ്ട് ഇറക്കിയിരിക്കുകയാണ്. ധാരാളം ട്രാഫിക്കുള്ള വഴികളിലൂടെയൊക്കെ തന്നെ സഞ്ചരിച്ചിട്ട് യാതൊരു പ്രശ്നമില്ലാതെയാണ് കാറ് നാവിഗേറ്റ് ചെയ്ത് വന്നത്. ശരിക്കും അതൊരു അത്ഭുതം തന്നെയാണ് ഒരു ഡ്രൈവർലെസ് കാറ് എന്ന് പറയുന്നത്, അതായത് ഡ്രൈവർ ഇല്ലാത്തൊരു കാറ്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ടെംപി എന്ന് പറഞ്ഞിട്ടുള്ളൊരു നഗരത്തിൽ എത്തിച്ചേർന്നിരിക്കുക. മീസ എന്ന നഗരത്തിൻ്റെ സമീപത്തുള്ളൊരു നഗരമാണ് ടെംപി. അപ്പോൾ അവിടെ കുറച്ച് നേരം ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട് പോകാനായിട്ടാണ് ഞങ്ങളുടെ പ്ലാന്.